എന്താടി സ്വപ്നം കാണുന്നത്? എന്നെയാണോ? നിശ്ചലയായിരിക്കുന്നവളുടെ മുന്നിൽ ചെന്ന് രുദ്രൻ വിരഞ്ഞൊടിച്ചു. രശ്മിത ഞെട്ടലോടെ ചുറ്റും നോക്കിയതും ബെഡിൽ അവളുടെ തൊട്ടടുത്തിരിക്കുന്ന സുഭദ്രയും മുന്നിൽ നിൽക്കുന്ന രുദ്രനും. സുഭദ്ര പുറത്തേക്ക് പോയതും രുദ്രൻ അടുത്തു വന്നിരുന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ടതാണോ? അവൾ ഒന്നും കൂടി കട്ടിലിൻ്റെ മൂലയിലേക്ക് ഒതുങ്ങി കാൽമുട്ടിൽ തല ചേർത്തു. നീ എന്തിനാ രുദ്ര ഇങ്ങനെ കിടന്ന് അലറുന്നേ? നിന്റെ അലർച്ച കേട്ടാൽ തന്നെ ഇവള് പേടിക്കൂലോ. സുഭദ്ര പറഞ്ഞു. പേടിയോ? ഇവൾക്കോ? അമ്മയ്ക്ക് ഇവളെ അറിയാത്തതുകൊണ്ടാ. ഉറച്ച ശബ്ദത്തോടെ അവനത് പറയുമ്പോഴും സങ്കടങ്ങളുടെയും വേദനകളുടെയും പെരുമഴയിൽ വിറച്ചിരിക്കുന്നവളെ അവന് കാണാനായില്ല. രുദ്ര, നീ നേരത്തെ ശാരദയോട് സംസാരിച്ച രീതി ശരിയല്ല. ഇവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിന്നേക്കാൾ അവകാശം അവർക്കുണ്ട്. നിന്റെ ദേഷ്യം കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാ. അല്പം കടുത്ത സ്വരത്തിൽ സുഭദ്ര രുദ്രനെ ശാസിച്ചു. കൊല്ലും കൊലയുമായി നടക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പോട്ടെ, അമ്മായിയമ്മയെ ഞാൻ കറക്കി കയ്യിലെടുക്കൂലോ. അവളെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് സുഭദ്രയോടായി പറഞ്ഞു. അമ്മ പറഞ്ഞത് സത്യമല്ലേ? എനിക്ക് പേടിയാ. എൻ്റെ അടുത്ത് വരുന്നത് പോലും. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ചുവന്ന മൂക്കും പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും സുഭദ്ര രുദ്രനെ നോക്കി പൊട്ടിച്ചിരിച്ചു. അവളുടെ സംസാരം കേട്ടതും രുദ്രനും ചിരി വന്നു. വന്ന ചിരി പുറത്ത് കാണിക്കാതെ അവൻ അവളെ രൂക്ഷമായി നോക്കി. പക്ഷെ അപ്പോഴും അവൻ്റെ ഉള്ളം നോവിലമർന്നു. എൻ്റെ മോളെ, നിന്നെ കാണാനാണെന്ന് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിനക്കും ഇഷ്ടമാണെന്ന് ഇവൻ വന്നു പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ അതും ഇതും പറഞ്ഞ് അവൻ എന്നെ വിശ്വസിപ്പിച്ചെടുത്തു. ഇവിടെ വന്നപ്പോഴല്ലേ മോളെ പേടിപ്പിച്ച് നിർത്തിയേക്കുവാണെന്ന് മനസ്സിലായി. അല്ലേലും നിന്നെപ്പോലൊരു തെമ്മാടിയെ എൻ്റെ മോൾ എങ്ങനെ സ്നേഹിക്കാനാ? സുഭദ്ര രശ്മിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, അമ്മായി ഇവളുടെ കൂടെ കൂടിയോ? ഇവള് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. കല്യാണം മുടക്കാൻ ഇവള് പണി 18 നോക്കുന്നുണ്ട്. രുദ്രൻ പറഞ്ഞതും സുഭദ്ര ചിരിച്ചു. എൻ്റെ മോളെ, നിന്റെ സമ്മതമില്ലാതെ ഇവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. അതോർത്ത് മോള് പേടിക്കണ്ട. സുഭദ്ര അവളെ ചേർത്തു പിടിച്ചിട്ടും അവളുടെ ഉള്ളം വീങ്ങിക്കൊണ്ടിരുന്നു. കൂടാതെ കവളിലെ വേദനയും. രുദ്രൻ കണ്ണും മിഴിച്ച് സുഭദ്രയെ നോക്കി. കവളിലെ വേദനയിൽ അവളുടെ മുഖം ചുളിയുന്നത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു. രുദ്രൻ വരുന്നത് കണ്ടതും അവൾ ഒന്നുകൂടി സുഭദ്രയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. സുഭദ്രയുടെ ചുണ്ടിൽ പുഞ്ചിരിയൂറി. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കവിൾ കൈ ചേർത്തു. വേദനയാൽ അവളൊന്ന് ശ്വാസം വലിച്ച ശേഷം മുഖം തിരിച്ചു. നിന്നോട് ഞാൻ ഐസ് വെക്കാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ അത് ചെയ്തോ? അവൻ്റെ വാക്കിൽ ദേഷ്യം നിറഞ്ഞതും രശ്മിത സുഭദ്രയെ ദയനീയമായി നോക്കി. മോള് പോയി മുഖം കഴുകിയിട്ട് വാ. സുഭദ്ര അത് പറഞ്ഞതും അവളുടെ അലങ്കോലമായ മുടി ഒതുക്കി വെച്ച് കൊടുത്തു. അവൾ രുദ്രനെ നോക്കാതെ മുഖവും താഴ്ത്തി പോയതും സുഭദ്ര അവനെ ദേഷ്യത്തിലൊന്നു നോക്കി. എന്തിനാടാ അതിനെ ഇട്ട് പേടിപ്പിക്കുന്നേ? പാവം, അതിൻ്റെ കോലം കണ്ടില്ലേ? നിനക്ക് നിന്റെ ഇഷ്ടവും സ്നേഹവും ഒന്ന് മയത്തിൽ പറഞ്ഞു മനസ്സിലാക്കിയാലെന്താ? ഇതിപ്പോ വെറുതെ അടിയും വാങ്ങിക്കൊടുത്ത് നീ ഇങ്ങനെയാണോ അവളെ സ്നേഹിച്ചത്? എൻ്റെ അമ്മേ, എന്നാണെങ്കിലും അവൾക്ക് അടി കിട്ടും. അത് കുറച്ച് നേരത്തെ ആയെന്ന് മാത്രം. ഇനി എൻ്റെ അടി മാത്രം പേടിച്ചാൽ മതിയല്ലോ. അമ്മ എന്തു പണിയാ കാണിച്ചേ? അവളുടെ സമ്മതം കിട്ടിയിട്ട് കല്യാണം നടക്കില്ല. സുഭദ്രാമ്മ ചെന്ന് താഴെയിരിക്കുന്നവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക്. ഞാൻ എൻ്റെ പെണ്ണിനെ ഒന്ന് സ്നേഹിക്കട്ടെ. എടാ, അതിനെ വെറുതെ പേടിപ്പിക്കല്ലേ. കയ്യിലുള്ള സാധനം മര്യാദയ്ക്ക് കൊടുത്തേക്കണം. എനിക്കൊന്നും കൂടി ആലോചിക്കണം, എന്നിട്ട് തീരുമാനിക്കാം. സുഭദ്രയെ നോക്കി ഇളിച്ചുകൊണ്ട് ഉന്തിത്തള്ളിയവൻ സുഭദ്രയെ റൂമിൽ നിന്നും പുറത്താക്കി. വർഷങ്ങളായി മനസ്സിലിട്ട് നടക്കുന്ന പെണ്ണിനെ അവൻ ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അവർ ഹാളിലേക്ക് നടന്ന് നീങ്ങി. തിരിച്ച് തോർത്തുകൊണ്ട് മുഖവും ഒപ്പി അവൾ റൂമിലേക്ക് വന്നതും സുഭദ്രയ്ക്കായി ചുറ്റും പരതി. അമ്മയെ തിരയണ്ട, പുറത്താക്കി. നീ ഇവിടെ ഇരിക്ക്, നമുക്ക് സംസാരിക്കാം. അത് കേട്ടതും അവൾ വാതിലിനെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങിയതും മുൻപേ അവൻ്റെ കൈകൾ അവളുടെ കയ്യിൽ വീണു. അവൻ അവളെ വലിച്ച് കട്ടിലേക്ക് ഇരുത്തി. രുദ്രൻ അവളെ വശ്യമായി നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. നീ എന്നോടുള്ള ദേഷ്യത്തിൽ ചവിട്ടി മൂലക്കിട്ടിരിക്കുന്ന സാരിയില്ലേ, അത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതല്ല. അമ്മ നിനക്ക് വേണ്ടി വാങ്ങിയതാ. അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ കൊണ്ടുവന്ന് തന്നുവെന്ന് മാത്രം. രശ്മിതയുടെ കണ്ണുകൾ അതിലേക്ക് പതിച്ചു. എന്നിട്ടും അവൾ ചെയ്തതിൽ കുറച്ചുപോലും കുറ്റബോധം അവൾക്ക് തോന്നിയില്ല. കവളിലെ അവൻ്റെ വിരൽപ്പാടിൻ്റെ ഒപ്പം അവളുടെ അമ്മയുടെ വിരൽപ്പാടുകൾ കൂടി ആയപ്പോൾ കല്ലിച്ച പോലെ തോന്നിയവന്. ടേബിളിൽ അവൻ നേരത്തെ കൊണ്ടുവന്ന് വെച്ച ഐസ് എടുത്ത് അവളുടെ അടുത്തായി
ഇരുന്ന് ബലം പിടിച്ച് കവിളിൽ ചേർത്തതും നീറ്റൽ അവൾ പുളഞ്ഞു. അവൻ്റെ പിടി അയഞ്ഞതും അവൾ ഒരു വശത്തേക്ക് നീങ്ങി. നീ എന്തിനാ എൻ്റെ അടുത്ത് നിന്ന് ഓടി അകലുന്നത്? അതെന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? എന്നെ പേടിയാണെന്ന് നീ പറയുമ്പോൾ പോലും എനിക്ക് എന്നോട് ദേഷ്യം തോന്നാറുണ്ട്. അപ്പോഴും അവൾ രുദ്രൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരുന്നു. അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റിയെന്ന് അറിഞ്ഞിട്ടും രശ്മിത കട്ടിലിൽ നിന്നും പിടഞ്ഞെണ്ണീറ്റു. ഇരുന്ന് ബലം പിടിച്ച് കവിളിൽ ചേർത്തതും നീറ്റൽ അവൾ പുളഞ്ഞു. അവൻ്റെ പിടി അയച്ചതും അവൾ ഒരു വശത്തേക്ക് നീങ്ങി. അവളുടെ പ്രവൃത്തിയിൽ അവന് ദേഷ്യം വന്നതും അവൻ പുറകിൽ തിരികെ പേപ്പർ എടുത്ത് അവളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് പേടിച്ചിട്ടല്ലേ നീ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നത്? ഇനി അത് വേണ്ട. നിന്നെ ആധാരത്തിൻ്റെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ച് കല്യാണം കഴിക്കേണ്ട രുദ്രന്. അല്ലാതെ നിന്നെ എൻ്റെ ആക്കാൻ എനിക്കറിയാം. മുന്നിൽ നിൽക്കുന്നത് തൻ്റെ മനസ്സിലുള്ള അസുരനാണെന്ന് പോലും അവൾക്ക് സംശയം തോന്നി. ഇതുവരെ ആധാരത്തിൻ്റെ പേര് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്നത് മുന്നിലേക്ക് എറിഞ്ഞു തന്നതിൻ്റെ ഉദ്ദേശം അവൾക്ക് മനസ്സിലായില്ല. ഇത് തന്നുവെന്ന് വിചാരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്നല്ല, ഞാൻ നിന്നെയും കൊണ്ടേ പോകൂ. അതോർത്ത് മോള് പേടിക്കണ്ട. അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ രശ്മിത നിലത്ത് കിടന്ന പേപ്പർ പെട്ടെന്ന് കൈക്കലാക്കി. അവൻ അവളെ ഒന്നുകൂടി നോക്കി. വേഗത്തിൽ പെറുക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ ജന്മം നിനക്ക് രക്ഷയില്ല മോളെ. എൻ്റെ മുന്നിൽ വന്ന് പെട്ടുപോയില്ലേ? അതും പറഞ്ഞുകൊണ്ട് പാറിക്കിടന്ന മുടി കൈകൊണ്ട് ഒതുക്കി അവളെ നോക്കി രുദ്രൻ കതക് വലിച്ചടച്ച് പുറത്തേക്ക് നടന്നു. അവളുടെ ചുവന്ന വെള്ളാരം കണ്ണുകൾ അവൻ പോകുന്ന വഴിയേ പാഞ്ഞു. വലിച്ചടച്ച് പോകാൻ അയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കഥ കാണുന്ന അയാളുടെ വിചാരം. എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ വിലയായത്. രുദ്രൻ പോയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കണ്ണു തുടച്ചുകൊണ്ട് അവൾ പിറുപിറുത്തു. ശാരദേ, ഞങ്ങൾ ഇറങ്ങുക. കല്യാണത്തിന് എപ്പോഴെങ്കിലും സമ്മതമാണെങ്കിൽ പറഞ്ഞാൽ മതി. ബാലനെയും ശാരദയും നോക്കിക്കൊണ്ട് സുഭദ്ര പറഞ്ഞു. അപ്പോഴേക്കും ഒരു കുരുട്ട് സുഭദ്രയും രുദ്രനെയും തട്ടി മാറ്റിക്കൊണ്ട് ഉള്ളിലേക്ക് വന്നു. എടി രച്ചു, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഞാൻ അറിയാതെ നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ. ചന്തുവിൻ്റെ ശബ്ദം മൊത്തത്തിൽ മുഴങ്ങി കേട്ടതും റൂമിൽ നിന്നും രശ്മിത ഹാളിലേക്ക് വന്നു. സുഭദ്ര മൂക്കത്ത് വിരലും വെച്ച് നിൽപ്പാണ്. ഇവനെ ഇടയ്ക്ക് രശ്മിതയുടെ കൂടെ കാണാറുണ്ടെങ്കിലും ഇത്രയ്ക്കും വലിയ ആറ്റം ബോംബാണെന്ന് രുദ്രനും വിചാരിച്ചില്ല. ശാരദയും ബാലനും ഒന്നും മിണ്ടാനാവാതെ അവനെ നോക്കി. അപ്പോഴേക്കും രശ്മിത മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ പറയുന്ന ആളെ നീ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കാതെ നീ ആരെയും കല്യാണം കഴിക്കില്ല രച്ചു. ചന്തു പറഞ്ഞു മുഴുവിപ്പിക്കുന്നതിനേക്കാൾ മുന്നേ രശ്മിത അവൻ്റെ വായ പൊത്തിപ്പിടിച്ച് രുദ്രനെയും സുഭദ്രയെയും മാറി മാറി നോക്കി. ഇതുവരെ വീട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇനി നരുന്ത് ചക്കനെയും സമ്മതിപ്പിച്ച് എപ്പോൾ കല്യാണം നടക്കാനാണാവോ? രുദ്രൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ തന്നെ തുറച്ചു നോക്കി. രശ്മിതയുടെ കൈ വലിച്ചു മാറ്റിക്കൊണ്ട് ചന്തുവും തിരിച്ച് രുദ്രനെ നോക്കി. രശ്മിത അവൻ്റെ കൈ പിടിച്ചു വലിച്ചു. അങ്ങോട്ട് മാറി നിന്നേ രച്ചു, ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. അവൾക്ക് പോലും മിണ്ടാൻ ചന്തു സമയം കൊടുത്തില്ല. താൻ മറ്റേ ഗുണ്ടയല്ലേ? താനാണോ എൻ്റെ രച്ചുവിനെ പെണ്ണ് കാണാൻ വന്നത്? അവൾക്കിപ്പോൾ കല്യാണപ്രായമൊന്നും ആയിട്ടില്ല. അവളുടെ കല്യാണം ഞാനിപ്പോൾ നടത്തുന്നില്ല. ചന്തുവിൻ്റെ സംസാരം കേട്ടിട്ട് സുഭദ്രയ്ക്ക് ചിരിയാണ് വന്നത്. രുദ്രനെ നോക്കി തലയനയ്ക്ക് ശേഷം സുഭദ്ര രശ്മിതയെ പാളി നോക്കി. അവളാകെ എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ്. ശാരദയാണെങ്കിൽ ഇവൻ്റെ വർത്തമാനം കേട്ടിട്ട് രുദ്രൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയിലും. മോനെ, ഞങ്ങൾ കല്യാണം ഉറപ്പിക്കാൻ ഒന്നും വന്നതല്ല. ഒരു പെണ്ണ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു, അത്രയുള്ളൂ. അവരുടെ മുന്നിൽ കയ്യും കെട്ടി കാരണവർ ചമഞ്ഞു നിൽക്കുന്ന ചന്തുവിനോടായി സുഭദ്ര താഴ്മയോട് പറഞ്ഞു. ഞാൻ ആരുടെയും മോനൊന്നുമല്ല. പിന്നെ വരുന്നവർക്കും പോകുന്നവർക്കും വീട്ടിൽ കയറി നിറങ്ങാൻ ഇവൾ ഇവിടെ കെട്ടാച്ചരക്കായിട്ട് നിൽക്കുമല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് പോകാം. അവൻ രുദ്രൻ്റെ മുഖത്ത് നോക്കി തറപ്പിച്ചു പറഞ്ഞു. രുദ്രൻ കൈ ചുരുട്ടുന്നത് കണ്ടതും രശ്മിത പേടിച്ചു. അവൻ പതിയെ ചന്തുവിനെ കടന്ന് രശ്മിതയുടെ അടുത്തെത്തി. ഈ പീറ ചെറുക്കനെ ഞാൻ എടുത്തോളാം, കൂട്ടത്തിൽ നിന്നെയും. അളിയനെ കിട്ടാത്തതിൻ്റെ സങ്കടം ഈ മുതലിനെ വെച്ച് ഞാൻ തീർത്തോളാം. ഇതുപോലത്തെ ഐറ്റംസ് വേറെ ഉണ്ടോ കയ്യിൽ? രുദ്രൻ അല്പം അമർഷത്തിൽ ചോദിച്ചതും മറുപടി ഇല്ലാതെ അവൾ അവന് മുന്നിൽ നിന്നു.
മോളെ ഞങ്ങൾ എന്നാ അങ്ങോട്ട്. സുഭദ്ര അവളെ നോക്കി. ഒരു വികാരവുമില്ലാതെ അവൾ അവരെ നോക്കി നിന്നു. രുദ്രൻ അവളിൽ നിന്ന് കുറച്ചുപോലും അകലാൻ ആഗ്രഹിച്ചില്ല. എപ്പോഴും അവൾ അടുത്തുണ്ടാവണമെന്ന് അവൻ ആഗ്രഹിച്ചു. എപ്പോഴെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷയിൽ. നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ട്. കൂടുതൽ വേലത്തരം ഇറക്കാതെ കല്യാണത്തിന്റെ സമയം തീരുമാനിച്ചിട്ട് പെട്ടെന്ന് അറിയിക്കാൻ പറ നിന്റെ അച്ഛനോടും അമ്മയോടും. അല്ലെങ്കിൽ പിന്നെ നിന്റെ കയ്യിൽ ഇതുപോലത്തെ ഗുണ്ടകളെ പുറത്തിറക്ക്. അത് കേട്ടതും അവള് മുഖം തിരിച്ചു. പെട്ടെന്നാവട്ടെ. ഇവനെ ഞാൻ ഇന്ന്. പോകാൻ തുടങ്ങിയ രുദ്രൻ അകത്തേക്ക് തിരിച്ചു കയറാൻ തുടങ്ങിയതും വന്ന ചിരി അടക്കിക്കൊണ്ട് സുഭദ്ര അവനെ തടഞ്ഞു. നിന്നെപ്പോലെ ഗുണ്ട ഇവിടെ കയറി നിറങ്ങുമ്പോൾ അവനെപ്പോലെ ഒരുത്തൻ ഇവിടെ കാവലായി നിൽക്കുന്നത് നല്ലതാ. സുഭദ്ര പരിഹാസ രൂപേണ പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് കാറിലേക്ക് കയറി. ഇങ്ങനെ പോയാ അവനെ കൂടി ചേർത്ത് ഞാൻ കെട്ടേണ്ടി വരുമോ എൻ്റെ ഈശ്വര. ആത്മഗതത്തിൽ അവൻ വീട്ടിലേക്ക് വണ്ടി പറപ്പിച്ചു. അച്ഛമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടും രുദ്രന് ഉറക്കം വന്നില്ല. അവളുടെ കരഞ്ഞു കലങ്ങിയ വെള്ളാരം കണ്ണുകൾ, പാടുകളിൽ വീർത്ത കവിളുകളും വിതുമ്പുന്ന ചുണ്ടുകളും അവൻ്റെ കണ്ണിൽ നിറഞ്ഞു. അച്ഛമ്മേ, ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടിട്ട് ഇപ്പം വരാം. അമ്മ അറിയണ്ട. മീനാമ്മ ഒരു ചെറു പുഞ്ചിരിയാളെ തലയാട്ടി. രുദ്രൻ ചാടി എണ്ണീറ്റ് ടേബിളിലിരുന്ന ബൈക്കിന്റെ കീയും എടുത്ത് കറക്കിക്കൊണ്ട് അവൻ ബുള്ളറ്റിന്റെ അടുത്തേക്ക് നടന്നു. എങ്ങോട്ടാ രുദ്ര ഈ പാതിരാത്രി? കാമുകിയെ കാണാനുള്ള പോക്കാണോ? രുദ്രൻ സിറ്റൗട്ടിൽ നിൽക്കുന്ന സുഭദ്രയെ നോക്കി നെറ്റി തിരുമി. നിന്നെ കാണുന്നതേ അവൾക്ക് പേടിയാ. പോരാത്തതിന് നീ അവളോട് എന്തെങ്കിലും ചോദിക്കുന്നത് തിന്നാൻ ചെല്ലുന്നത് പോലെയല്ലേ. അതുകൊണ്ട് അവളെയും കുറ്റം പറയാൻ പറ്റില്ല. അവൾക്കറിയില്ലല്ലോ അമ്മേ, ശരിക്കും ഞാനൊരു റൊമാൻറ്റിക് ഹീറോയാണെന്ന്. അതെനിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് വരാം. പോകുന്നതൊക്കെ കൊള്ളാം, അടി വാങ്ങാതെ നോക്കണേ. കാവൽക്കാരൻ ഗുണ്ടയെ നോക്കി ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാവും. രുദ്രന് പെട്ടെന്ന് ചന്തുവിൻ്റെ മുഖം മനസ്സിലേക്ക് വന്നു. സുഭദ്രയും രുദ്രനും ഒരേപോലെ ചിരിച്ചു. രുദ്രൻ ബുള്ളറ്റ് തിരിച്ചതും ചുണ്ടുകളിൽ പുഞ്ചിരി ഒളിപ്പിച്ച് സുഭദ്ര ഉള്ളിലേക്ക് കയറി. കട്ടിലിൻ്റെ മുകളിൽ ഇടുത്തി പോലെ എന്തോ ഒന്ന് വന്ന് വീണതും രശ്മിത വെപ്രാളപ്പെട്ട് ചാടി എണ്ണീറ്റു. ഞാനടി, പേടിക്കണ്ട. ഓ മറന്നു, ഈ ലോകത്ത് ഏറ്റവും പേടി നിനക്ക് എന്നെയാണല്ലോ. അവനെ കാണുമ്പോഴുള്ള അവളുടെ കണ്ണുകളിലെ പേടി അവനിൽ വേദനയുണ്ടാക്കി. പതിഞ്ഞ മുഴക്കത്തിലുള്ള ശബ്ദം അവളുടെ കാതുകളിൽ വിറയലുണ്ടാക്കി. ഈ രാത്രി അവൻ റൂമിലേക്ക് എങ്ങനെ വന്നെന്ന് അവൾ സംശയിച്ചു. അവൾ ചാടി എണ്ണീറ്റ് ലൈറ്റിട്ട് അവനെ നോക്കി. അവൻ കഴുത്തിലെ രുദ്രാക്ഷം വലിച്ച് നേരെ ഇട്ടു. അവൻ്റെ കണ്ണിലെ വികാരം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. നീ വെറുതെ സംശയിച്ചു നിൽക്കാതെ ഇവിടെ വന്നിരിക്കടി. മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോവും. അല്ലെങ്കിൽ രാവിലെ എല്ലാവരും അറിഞ്ഞുകൊണ്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഏതായാലും നീ തീരുമാനിക്കും പോലെ. അതും കൂടി കേട്ടപ്പോൾ രശ്മിതയുടെ വിറയിൽ കൂടി. കുറച്ച് സമയം പോലും സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കാത്ത രുദ്രനെ പാടെ അവൾ വെറുത്തു. അവർ പോയതിനു ശേഷം ശാരദയോടൊന്ന് മിണ്ടാൻ ചെന്നിട്ട് പോലും അവർ കരഞ്ഞുകൊണ്ട് മുഖം തിരിച്ചതല്ലാതെ രശ്മിതയോടൊന്നും മിണ്ടാൻ പോലും കൂട്ടാക്കിയില്ല. ബാലൻ സങ്കടം മറച്ചുകൊണ്ട് അവളോട് സംസാരിച്ചെങ്കിലും പഴയ പോലെ സംസാരിക്കാൻ അയാൾക്കും കഴിഞ്ഞില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ രുദ്രനെ രശ്മിതയുടെ റൂമിൽ കണ്ടാൽ അവൾക്കെല്ലാം കൂടി ആലോചിച്ച് കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴും ആധാരം കയ്യിൽ കിട്ടിയ കാര്യം അവൾ മനഃപൂർവ്വം മറച്ചു വെച്ചു. കമന്ന് കിടന്ന രുദ്രൻ അവളെ തലമുക്കി നോക്കി. നിന്നോട് പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്കാം. അല്ലെങ്കിൽ അറിയാലോ എന്നെ. ഇപ്പം തന്നെ എല്ലാവരും അറിയും ഞാനിവിടെ ഉണ്ടെന്ന്. രശ്മിത ദേഷ്യത്തോടെ ബെഡിൽ കയറി ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ്റെ വാക്കുകൾ പോലും അവൾക്ക് വേദനയായി മാറി. ഒരു കുടം വച്ച് തരട്ടെ ഈ ഒഴുകിയിറങ്ങുന്നത് പിടിക്കാൻ? നാളെ രാവിലെ ആകുമ്പോഴേക്ക് നിറഞ്ഞോളും. ഇതിനു മാത്രം കണ്ണുനീര് നിനക്ക് എവിടുന്നാ? രുദ്രൻ പറയുന്നത് കേട്ട് അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. അവൾ കാണിക്കുന്നത് കണ്ട് അവന് ചിരി വന്നു. എനിക്കൊരു തലയണ വേണം. അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. ബെഡിലിരിക്കുന്ന തലയണയിലേക്ക് അവളൊന്ന് നോക്കി. ഇനി എന്തിനാണാവോ അതിന് കിടന്ന് അലറണ്ടല്ലോ എന്ന് വിചാരിച്ച് അവൾ പതുക്കെ എണ്ണീക്കാൻ തുടങ്ങിയതും അവൻ കയ്യിൽ പിടിച്ചു വലിച്ചിരുത്തി അവളുടെ മടിയിലേക്ക് തല വച്ചു. ചുമന്നു കിടക്കുന്ന അവളുടെ കവിൾത്തടങ്ങളും അവൻ്റെ സ്പർശത്താൽ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഹൃദയതാളവും വിറയ്ക്കുന്ന ചുണ്ടുകളും അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവളിൽ നിന്ന് വമിക്കുന്ന ചന്ദനത്തിൻ്റെ ഗന്ധം അവൻ മൂക്കിലേക്ക് ഇടിച്ചു കയറ്റി.
അവളുടെ ഗന്ധത്തെ പോലും അത്രമേൽ ഭ്രാന്തമായി അവൻ സ്നേഹിച്ചു. അവൾ പിടഞ്ഞെണ്ണിക്കാൻ ശ്രമിച്ചു. അവൻ്റെ തല മാറ്റാൻ ശ്രമിച്ചിട്ടും അവൾക്ക് പറ്റിയില്ല. അവളുടെ കൈ പിടിമുറുക്കി. എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല. എന്നിട്ടും എന്തിനാ ഇങ്ങനെ പിന്നെയും പിന്നെയും? ആധാരം കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ ശബ്ദം താഴ്ത്തി കത്തി കുത്തിയിറക്കുന്ന വേദനയോടെ അവൾ പറഞ്ഞു. അവനെ ഒരിക്കൽ പോലും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അവൾ വിശ്വസിച്ചു. അതിന് കല്യാണത്തിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കാനല്ലല്ലോ ഞാനിപ്പോൾ വന്നത്. അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടി. നീ ഇങ്ങനെ വേദനിച്ച് നീറുമ്പോൾ എനിക്കെങ്ങനെയാ ഉറക്കം വരുന്നത്? നിങ്ങളെൻ്റെ വേദന, നിങ്ങളെന്നെ വേദനിപ്പിക്കുന്നത്. നിങ്ങൾ തരുന്ന വേദനയോളം വരില്ല മറ്റൊന്നും. അവൾ പറയുന്നത് കേട്ട് അവൻ വേദനയോടെ ഉള്ളിൽ ചിരിച്ചു. അവൻ്റെ കണ്ണുകളിലും വെള്ളത്തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ നിന്നിൽ കൂടുതൽ ലയിച്ചുകൊണ്ടിരിക്കുന്നു. അത്രമേൽ ഭ്രാന്തമായി സ്നേഹിക്കാൻ നീ എനിക്ക് ആരാണെന്ന് എനിക്കറിയില്ല. അതെ, പ്രണയം എനിക്ക് മാത്രമാണല്ലോ. നിന്റെ കാവൽക്കാരനെവിടെ? അവനെ ഒന്ന് 2 ദിവസത്തേക്ക് കിട്ടുമോ? വീട്ടിൽ കുറച്ച് തേങ്ങയിടാൻ. അവൻ്റെ നാക്കിൽ ചവിട്ടി കയറാലോ. രുദ്രൻ വിഷയം മാറ്റി. രുദ്രൻ്റെ വായിൽ നിന്നും ഇത്തരം വാക്കുകൾ കേട്ടതും അവൾ വായും പൊളിച്ച് അന്തം വിട്ടിരുന്നു. കമന്ന് കിടന്നവൻ ചരിഞ്ഞു കിടന്നു. അവൻ്റെ മുഖം അവളുടെ വയറിൽ തട്ടി. അവൾ ഞെളിവിരി കൊണ്ടു. അതവന് മനസ്സിലായി. നീര് കൂടുവാണല്ലോടി. നല്ല വേദനയുണ്ടോ? ശാരദമ്മയുടെ കൈക്ക് ഇത്രയും ബലമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അവൻ കൈ എത്തിച്ച് അവളുടെ കവിളിൽ തൊട്ടു. അവൾക്ക് ആ ഭാഗം വേകുന്ന പോലെ തോന്നി. വേദനയിൽ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. കിടക്ക്. പേടിയിൽ അതിലുപരി സംശയത്തോടെ രശ്മിത അവനെ നോക്കി. ഞാൻ കൊന്നു തിന്നാനൊന്നും അല്ല. ഒന്ന് കിടക്ക്. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിന് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞാൽ പറഞ്ഞത് ചെയ്താൽ മതി. കൂടുതൽ ചോദ്യം ഉത്തരവൊന്നും വേണ്ട. അസുരൻ. അതും പറഞ്ഞ് അവൾ നെഞ്ചെടുപ്പോടെ ഒരു നേരെ തല വെച്ചു. അസുരനല്ലടി, നിന്റെ കാലൻ. അവൾ കുറച്ചു മുന്നേ പറഞ്ഞത് രുദ്രൻ വ്യക്തമായി കേട്ടെന്നുള്ളത് അവൻ്റെ മറുപടിയിലുണ്ടായിരുന്നു. ദേഷ്യത്തിൻ്റെ അവൻ്റെ വാക്കുകൾ മൂർച്ച കൂടി. അവൻ്റെ നിർദ്ദേശം അനുസരിച്ച് മനസ്സില്ലാ മനസ്സോടെ അവൾ ഒരു വശത്തേക്ക് തലച്ചിരിച്ചെങ്കിലും അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടി അവൾക്കുണ്ടായിരുന്നു. ഒളികണ്ണാൽ ഇടയ്ക്കിടെ അവൾ നോക്കുന്നത് കണ്ടതും അവനിൽ പുഞ്ചിരി കടന്നുപോയി. അവളുടെ കവിളിൽ തണുപ്പ് അനുഭവപ്പെട്ടതും അവൾ കൈയെടുത്ത് കവിളിൽ വയ്ക്കാൻ തുടങ്ങിയതും രുദ്രൻ അവളുടെ കൈ മാറ്റി. നാളത്തേക്ക് നീരുമാറും. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, വിസ്തരിച്ചൊന്ന് സ്നേഹിക്കാൻ. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കഥ ഇങ്ങനെ ഇട്ടത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ.